നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 23 വെള്ളിയാഴ്ചയാണ്. ഇന്നലെ നിഫ്റ്റിയും സെൻസെക്സും 1% മിഡ് ക്യാപ്പ് 1% മുകളിലും ഇടിയുകയുണ്ടായി. നിഫ്റ്റി ബാങ്ക് മാത്രമാണ് താരതമ്യേന കുറച്ചൊന്ന് പിടിച്ചു നിന്നത്. ഇന്നും നമ്മുടെ നിഫ്റ്റിയിൽ ചെറിയൊരു പോസിറ്റീവ് സ്റ്റാർട്ടിനാണ് സാധ്യത കാണുന്നത്. പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക്. US മാർക്കറ്റ് ഇന്നലെ ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ട്രഷറി ഈൽഡുകൾ ഇടിഞ്ഞതോടെ തുടക്കത്തിലുണ്ടായിരുന്ന നഷ്ടം നികത്തി ഒടുവിൽ ഫ്ലാറ്റ് ആയിട്ടാണ് US മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി ചെലവ് ബില്ലിന് പ്രതിനിധി സഭ അംഗീകാരം നൽകിയതിനു ശേഷമാണ് US മാർക്കറ്റുകൾ ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. റിപ്പബ്ലിക്കന്മാരുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സഭ നേരിയ ഭൂരിപക്ഷത്തിനാണ് ബില്ല് പാസാക്കിയത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇത് US-ന്റെ കടത്തിൽ $3.8 ട്രില്യൺ കൂട്ടിച്ചേർക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് പാസ്സായതിൽ ഇൻവെസ്റ്റേഴ്സ് ആശങ്കയിൽ തന്നെയാണ്. ഇന്നലെ മെഗാ ക്യാപ് സ്റ്റോക്കുകളായ എൻവിഡിയ, ആമസോൺ, ടെസ്ല, ആൽഫബറ്റ് എന്നിവയെല്ലാം നേട്ടമുണ്ടാക്കി. ആപ്പിൾ ഇന്നലെ ചെറുതായി ഒന്ന് ഇടിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയാണ് റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള മൂഡീസ് US-ന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറച്ചിരുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം ഇൻഫോസിസ് 0.66% ഇടിഞ്ഞു. വിപ്രോ 1.90% ഇടിഞ്ഞത്. HDFC ബാങ്ക് 0.29% ഇടിഞ്ഞപ്പോൾ ICICI ബാങ്ക് 0.12% മാത്രമാണ് ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി 0.35% ഇടിവുമുണ്ടാക്കി. യൂറോപ്യൻ വിപണികൾ ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും ഏറ്റവും ഷൈനിങ് ആയി നിൽക്കുന്ന അസറ്റ് ക്ലാസ് ബിറ്റ്കോയിൻ തന്നെയാണ്. പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തു. 1,12,000 പുതിയ റെക്കോർഡ് ഹൈ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഗോൾഡ് പ്രൈസിലേക്ക് കഴിഞ്ഞ 3 ദിവസമായിട്ടുണ്ടായിരുന്ന നേട്ടത്തിന് ശേഷം ഇന്നലെ സ്പോട്ട് ഗോൾഡ് ഇടിയുകയുണ്ടായി. 0.6% ഇടിഞ്ഞത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 71,800 രൂപയാണ്. ഇന്നലെ ഓയിൽ പ്രൈസുകൾ ഇടിയുകയുണ്ടായി. ഇന്നത്തെ കുറിച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്തകളാണ് നമ്മളിവിടെ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റ് മുതൽ മറ്റ് വാർത്തകൾ നമുക്ക് നോക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യുക. ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക്. F&O എക്സ്പയറി റൂൾസിൽ വരാൻ പോകുന്ന ചില മാറ്റങ്ങളെ കുറിച്ചിട്ടാണ്. സെബി ഈ മാസം എക്സ്പയറി ഡേ നിയമങ്ങൾ അന്തിമമാക്കിയേക്കും. ചൊവ്വാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച മാത്രമേ കാലാവധി അവസാനിക്കുകയുള്ളൂ. NSE തിങ്കളാഴ്ചത്തേക്ക് മാറ്റാനുള്ള പദ്ധതി ഇതോടെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ എക്സ്പയറി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റം വരും എന്നുള്ള വാർത്ത വന്നതോടെ BSE ഏകദേശം 4% ഇടിഞ്ഞു. അതായത് ഇപ്പോൾ ചൊവ്വാഴ്ച എക്സ്പയറി വരുന്ന ഒരു മേജർ എക്സ്ചേഞ്ച് BSE ആണ്. NSEയുടെ എക്സ്പയറി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റുകയാണെങ്കിൽ BSEയുടെ ആ ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് നഷ്ടപ്പെടും. അത് BSEയിലേക്ക് ട്രേഡേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നത് കുറയ്ക്കും എന്നതുകൊണ്ടാണ് ഇന്നലെ BSE ഏകദേശം 4% ഇടിഞ്ഞത്. ഇനി 2016 മുതൽ തീർപ്പ് കൽപ്പിക്കാത്ത NSEയുടെ IPO ഉടൻ തന്നെ ഉണ്ടാകും എന്ന് സെബി ചെയർമാൻ അറിയിച്ചു. കൂടാതെ ഇൻഡസ്ഇൻഡ് ബാങ്ക് ജീവനക്കാർ നടത്തിയേക്കാവുന്ന ഗുരുതരമായ മാനദണ്ഡ ലംഘനങ്ങളെക്കുറിച്ച് സെബി അന്വേഷിക്കും എന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇനി മൊത്തത്തിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ചയിലേക്ക് എക്സ്പയറി മാറ്റുകയാണെങ്കിൽ അത് BSEയെ സംബന്ധിച്ച് അവരുടെ ട്രേഡിംഗ് വോളിയവും അതുപോലെ റവന്യൂ ഒക്കെ കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി വോളറ്റാലിറ്റി ഇത് കുറയ്ക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഹയർ വോളറ്റാലിറ്റിയാണ് എക്സ്പയറി ഡേയ്സിൽ ഉണ്ടാകുന്നത്. അത് മാറും. ഏതായാലും ഈ മാസം തന്നെ കൂടുതൽ ക്ലാരിറ്റി ഇതിലുണ്ടാകും എന്ന് തന്നെയാണ് സെബി ചെയർമാൻ പറയുന്നത്. ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്ക്. ആദ്യം സൺ ഫാർമ 19% ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2,154 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. റവന്യൂവിൽ 8% വർധനവ് രേഖപ്പെടുത്തി 12,959 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. കമ്പനി ഫൈനൽ ഡിവിഡൻഡായി 5 രൂപ 50 പൈസയാണ് പ്രഖ്യാപിച്ചത്. അടുത്തത് രാംകോ സിമൻസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 74.5% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 31 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 10.5% ഇടിവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി 2,392 കോടി രൂപയിലാണ് റവന്യൂ പുറത്തു വന്നത്. എബിറ്റയിൽ 23% ഇടിവും കമ്പനി രേഖപ്പെടുത്തി 320.8 കോടി രൂപയിലാണ് എബിറ്റയുള്ളത്. അടുത്തത് ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. നെറ്റ് ലോസായി കമ്പനി രേഖപ്പെടുത്തിയത് 288 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 441 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. നഷ്ടം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റവന്യൂവിൽ 31.9% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 8,926 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് കോൺകോർ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 298.5 കോടി രൂപയാണ്. 1.6% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. റവന്യൂവിൽ ഒരു ചെറിയ ഇടിവുണ്ടായിട്ടുണ്ട്. 1.6% ഇടിവാണ് രേഖപ്പെടുത്തിയത്. അടുത്തത് ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 53.6% ഇടിവ് രേഖപ്പെടുത്തി 220.3 കോടി രൂപയിലാണ്.
നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 4.6% ഇടിവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയപ്പോൾ എബിറ്റഡയിൽ 40.8% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തിയത്. അടുത്തത് HFCL എന്ന കമ്പനി ഇത്തവണ നെറ്റ് ലോസ് ആണ് രേഖപ്പെടുത്തിയത്. 81.4 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 110 കോടി രൂപ ലാഭത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ ഡിമാൻഡ് കുറഞ്ഞതാണ് ഇവരുടെ ലാഭം കുറയാൻ കാരണമായത്. റവന്യൂവിൽ 39.6% ഇടിവ് രേഖപ്പെടുത്തി. 800.7 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. അടുത്തത് പവർ മെക് പ്രോജക്ട്സ് എന്ന കമ്പനിയാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 53.8% ഇയർ ഓൺ ഇയറിൽ വർധനവുണ്ടായി. 129.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിലും 42.4% വർധനവ് രേഖപ്പെടുത്തി. 1301.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന കമ്പനിയാണ്. നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ അല്ലെങ്കിൽ ബോണ്ടുകൾ പുറപ്പെടുവിച്ച് 500 കോടി വരെ സമാഹരിക്കാൻ കമ്പനി പദ്ധതിയിടുന്നു. അടുത്തത് TVS മോട്ടോഴ്സ് ആണ്. തമിഴ്നാട് ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയായ OOR ക്യാബുമായി സഹകരിച്ച് സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിൽ 500 ഇലക്ട്രിക് 3 വീലറുകൾ പുറത്തിറക്കാൻ കമ്പനി പദ്ധതിയിടുന്നു. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രമൊന്ന് പറയാം. 20 മൈക്രോൺസ്, അനുപം രസായൻ, അപ്പോളോ മൈക്രോ സിസ്റ്റംസ്, അശോക ബിൽഡ്കോൺ, അശോക് ലൈലൻഡ്, ആസാദ് എഞ്ചിനീയറിംഗ്, ബാൽകൃഷ്ണ ഇൻഡസ്ട്രീസ്, BEML, ദേവയാനി ഇന്റർനാഷണൽ, ഫിനോലെക്സ് ഇൻഡസ്ട്രീസ്, GPT ഹെൽത്ത് കെയർ, ലിൻഡെ ഇന്ത്യ, ലെക്സ് ഇൻഡസ്ട്രീസ്, നാരായണ ഹൃദയാലയ, റിലയൻസ് ഇൻഫ്ര, സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ്, ടിംകൻ ഇന്ത്യ, TTK ഹെൽത്ത് കെയർ, ഉത്തം ഷുഗർ മിൽസ്, വെസ്റ്റ് കോസ്റ്റ് പേപ്പർ മിൽസ് തുടങ്ങിയവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഡിക്സോൺ ടെക്നോളജീസ്, മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക്, ടിറ്റാഗ്ര റെയിൽ തുടങ്ങിയവയാണ്. ഇനി മറ്റൊരു മുഖ്യമായിട്ടുള്ള കാര്യമുള്ളത്, ആർക്കെങ്കിലും അടുത്ത ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. ട്രേഡിംഗ് കോഴ്സുകളുടെ ബേസിക് കാര്യങ്ങളെക്കുറിച്ച് കൂടാതെ ട്രേഡിംഗ് സൈക്കോളജി, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ് എന്നിങ്ങനെയുള്ള ട്രേഡിങ്ങിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, ഓപ്ഷൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം അവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നമ്പറിലൊന്ന് മെസ്സേജ് അയയ്ക്കുക. അടുത്തത് FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 5045 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 3715 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഏതായാലും FISന്റെ ആ വലിയ ബൈയിങ്ങിൽ നിന്നും ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ജപ്പാന്റെ കോർ ഇൻഫ്ലേഷൻ ഡാറ്റയാണ് ഇന്നലെ പുറത്തു വന്നത്. 3.5% ഉയരുകയാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ തന്നെ ചൈനയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത, US ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നുള്ള സൂചനകൾ തന്നെയാണ് ചൈനയിൽ നിന്ന് വരുന്നത്. അത് തീർച്ചയായിട്ടും ഏഷ്യൻ വിപണികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ ഡാറ്റ മോശമായിട്ട് കൂടി ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.98% നേട്ടത്തിലാണ്. തായ്വാൻ മാർക്കറ്റ് 0.38% നേട്ടത്തിലും, കോസ്പി മാർക്കറ്റ് 0.25% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,683 എന്ന നിലയിൽ 28 പോയിന്റ്സ് അപ്സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 70 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ജൂലൈയിൽ OPEC പ്ലസ് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് വ്യാഴാഴ്ച എണ്ണവില കുറയുകയുണ്ടായി. ഇത് വിതരണ ആവശ്യകതയെ മറികടക്കുമെന്ന ആശങ്കകൾ ഉയർത്തുകയുണ്ടായി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $64.14 പെർ ബാരൽ എന്ന നിലയിൽ 0.14% നേട്ടത്തിൽ. WTI ഉള്ളത് $60.89 പെർ ബാരൽ എന്ന നിലയിൽ 0.51% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി 24,609 203 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒരു സമയത്ത് നിഫ്റ്റി 21 ഡേ EMAക്ക് അരികിലായി സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് തിരിച്ചു കയറിയത്. നിഫ്റ്റിയിലെ ഇന്നലത്തെ ലോ 24,462 അതായത് ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നതാണ് 24,400 മുതൽ 24,500 വരെയുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സോൺ തന്നെയാണെന്ന്. കൃത്യമായിട്ട് ആ സോണിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് നിഫ്റ്റി റിവേഴ്സ് ചെയ്തത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ എത്തണമെന്നുണ്ടെങ്കിൽ 24,800 ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് അതിന് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെക്കണം. അതിനുശേഷം 25,000 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാനും സാധ്യതയുണ്ട്. ഏതായാലും നിഫ്റ്റി ഇപ്പോഴും കീ മൂവിംഗ് ആവറേജുകളായിട്ടുള്ള 20, 50, 200 ഡേ EMAകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണത്. ഇന്നലത്തെ ഡെയിലി ക്യാൻഡിൽ ഒരു ബിയറിഷ് ക്യാൻഡിലായിരുന്നെങ്കിലും ഒരു വലിയ ലോവർ ഷാഡോയോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതായത് ലോവർ ലെവലിൽ നല്ല ബൈയിങ് പ്രഷർ ഉണ്ട് എന്ന തരത്തിൽ കാണിക്കുന്ന ഒരു ക്യാൻഡിൽ തന്നെയായിരുന്നു. കൂടാതെ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ലോയ്ക്ക് താഴെയായിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല. അതും ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെയും മുഡ് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്.
25,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 24,800 സ്ട്രൈക്കിലും അതിനുശേഷം 24,600 സ്ട്രൈക്കിലുമാണ് കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ വരുന്നത്. പുട്ട് സൈഡിൽ വന്നിരിക്കുന്നത് 24,500, അതിനുശേഷം 24,000 സ്ട്രൈക്ക്, അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റിസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,800-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500-ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. 24,600 സ്ട്രൈക്കിൽ 362% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, കോൾ സൈഡിൽ 1,323% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,550 സ്ട്രൈക്കിൽ 469% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, കോൾ സൈഡിൽ 5,591% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,650 സ്ട്രൈക്കിൽ 72% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ, കോൾ സൈഡിൽ 2,457% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 54,491-ൽ 134 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബോളിഞ്ചർ ബാൻഡിൻ്റെ മിഡിൽ ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ റിവേഴ്സ് ചെയ്തത്. കൂടാതെ 20 ഡേ EMA ഉള്ളത് 54,607-ലാണ്. ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തതിന് ശേഷം തന്നെയാണ് ബാങ്ക് നിഫ്റ്റി റിവേഴ്സ് ചെയ്യാനുള്ള മറ്റൊരു കാരണം കൂടിയായത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 55,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 54,000-ഉമാണ്. ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസിൻ്റെയും അപ്ഡേറ്റുകൾ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നൽകാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷനിൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. എങ്കിൽ ഏവർക്കും നന്ദി.